ഈ പുതിയ തലമുറയിൽ എല്ലാ ദിവസവും മിക്കവാറും എല്ലാ ദിവസവും കൗൺസിലിങ്ങിന് ഇരിക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു കേസാണ് പ്രണയം. പ്രണയം വളരെ നല്ലൊരു കാര്യം, എനിക്ക് വളരെ ഇഷ്ടമാണ്. പ്രണയിക്കുന്നവരെ നല്ല ഇഷ്ടമാണ്. കാരണം പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മനുഷ്യൻ്റെ നല്ല വികാരമാണ്. മദീനത്തെ മുഹമ്മദ് നബിയെ ആണെങ്കിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതേപോലെ തന്നെ മാതാപിതാക്കളെ ആണെങ്കിൽ, ഗുരുനാഥന്മാരെ ആണെങ്കിൽ, ഏട്ടത്തിനെ ആണെങ്കിൽ, ഏട്ടനൊക്കെ നേരത്തെ ഇവിടെ ഉദ്ഘാടനത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ബന്ധങ്ങളിലൊക്കെ ഉള്ള നല്ല ബന്ധങ്ങളാണ് ഓക്കെ. അല്ലാത്തതിനെ കുറിച്ചാണ് ഞാനീ പറയുന്നത്. അതാണ് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നറിയോ? ഇപ്പം ഞാൻ നമ്മളെപ്പോലെയുള്ള അല്ലെങ്കിൽ ഉസ്താദുമാരോ അല്ലെങ്കിൽ അധ്യാപകന്മാരോ ആയിട്ടുള്ള ഇങ്ങനെ ഉദ്ഘാടനം ചെയ്ത അദ്ദേഹത്തെ പോലെയുള്ള ആളുകളൊക്കെ വേദികളിൽ വന്നിട്ട് നിങ്ങളിത് ശ്രദ്ധിക്കണം അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അതൊന്നും ഇന്നത്തെ കാലത്ത് നടക്കില്ല എന്ന് പറയും. ഇന്നത്തെ കാലത്ത് കുറച്ചും കൂടെ ഇച്ചിരി കൂടെ ഒക്കെ അഡ്വാൻസ്ഡ് ആയിട്ടൊക്കെ നിങ്ങൾ കാര്യങ്ങൾ ചിന്തിക്കണം, പണ്ടത്തെ കാര്യങ്ങളൊന്നും പറയണ്ട എന്നൊക്കെ പറയും. പക്ഷേ നമ്മളെടുത്ത് ഓടി കൊണ്ടുവരികയും ചെയ്യും. എന്താ സംഭവം എന്നറിയോ? ഒറ്റ ഉദാഹരണം പറയാം. ഇൻസ്റ്റഗ്രാം. ഞാൻ ക്ലാസ്സായ ക്ലാസ്സുകളിൽ മുഴുവനും ഞാൻ പറയും, മാതാപിതാക്കളോട് പറയും എന്തെന്നറിയോ, മാതാപിതാക്കളെ ദയവ് ചെയ്ത് നിങ്ങളെ മക്കളോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾ, എന്തുകൊണ്ട് പെൺകുട്ടികൾ കുറേ വിശദീകരിക്കാൻ ചിലപ്പോൾ അതേ കിടക്കുന്നില്ല. പ്രത്യേകിച്ച് ഞാൻ പറയും, കല്യാണം കഴിയുന്നതിൻ്റെ മുമ്പ് പെൺകുട്ടികൾ ദയവായി ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കേണ്ട, നിങ്ങൾക്കത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഇത് പറയുമ്പോൾ പറയാം എന്താ പ്രശ്നം, അങ്ങനെ പ്രശ്നം, പുതിയ കാലമല്ലേ എന്നൊക്കെ പറയും. അതേസമയം ഇതേ ആളുകളുടെ 2 ആഴ്ച കഴിഞ്ഞിട്ട് എൻ്റെ മോള് പ്രണയത്തിൽ പെട്ടു എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരികയും ചെയ്യും. എത്ര അല്ലെങ്കിൽ പിന്നെ എന്ത് വേണം തരാം. അതിൻ്റെ മറുഭാഗം കൂടെ ഞാൻ പറയാം, അപ്പോൾ വ്യക്തമാവുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാതാപിതാക്കൾ പെട്ട ഒരാൾ പറയാണ്, എൻ്റെ മോള് എൻ്റെ 10ാം ക്ലാസ് പഠിക്കുകയാണ് അല്ലെങ്കിൽ +2 പഠിക്കുകയാണ്, അവളിഞ്ഞപ്പോൾ കുറച്ച് ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല, നല്ല കാര്യം, എന്തൊരു നല്ല നിലപാട്, അതൊക്കെ ഫണ്ടാസ്റ്റിക് അല്ലേ? ഫണ്ടാസ്റ്റിക് ആണ്. പക്ഷെ ഒരു കാര്യം കൊണ്ടുണ്ട്. എന്താണെന്നറിയോ? ആ മോള് നാളെ ഒരുത്തൻ്റെ കൂടെ ചാടിപ്പോയാലും പറയാൻ വരാൻ പാടില്ല. അതെന്താ ഇതിലൂടെ ഉണ്ടായതാണത്. അത് ഞാൻ ഇങ്ങനെ കുറച്ച് പറയും, ഞാൻ ഈ വിഷയം കുറച്ച് സ്ട്രോങ് ആവും അറിയാതെ. കാരണം എന്താണെന്നറിയോ? 100 കണക്കിന് ഉമ്മമാരുടെ, ഉപ്പമാരുടെ, അച്ഛന്മാരുടെ, അമ്മമാരുടെ കണ്ണുനീര് കണ്ടിട്ടാണ് ഞാനീ സംസാരിക്കുന്നത്. ഞാൻ ഊഹിച്ച് കഥ ഉണ്ടാക്കി പറയുന്ന ആളല്ല. കാരണം ഒരു മാസത്തിൽ 100 കേസ് എൻ്റെ അടുത്ത് വരും. ഞാൻ ഇപ്പോൾ പരമാവധി കൗൺസിലിംഗ് കുറക്കുന്ന ഒരാളാണ്, വേറെ കുറേ ഉത്തരവാദിത്തങ്ങൾ ഉള്ളതുകൊണ്ട്. അത്രയും ഉമ്മമാരുടെ അമ്മമാർ കരഞ്ഞ് അവരുടെ സങ്കടം കണ്ട് ഇന്നലെയും വന്നിട്ടുണ്ട്. ഒരു നാട്ടിൽ, ആ നാട്ടിലെ രാഷ്ട്രീയത്തിൽ വളരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ഒരു വിഭാഗം, ആ നാട്ടിലെ പൊതുപ്രവർത്തനത്തിലൊക്കെ ഒരുപാട് ചെയ്യുന്ന അവരുടെ കുട്ടി വേറെ ഒരു മതസ്ഥനുമായിട്ട് വലിയ പ്രോബ്ലത്തിൽ പെട്ടിട്ട് അവർ സങ്കടത്തിലാണ്. അള്ളാഹു അത് റെഡിയാക്കി കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, അത്തരത്തിലുള്ള 100 കണക്കിന് കേസുകൾ കണ്ടതുകൊണ്ടാണ് നമ്മളെപ്പോലെയുള്ള ആളുകൾ, ഈ മേഖലയിൽ നിൽക്കുന്ന ആളുകൾ നന്നായി ഇതിൻ്റെ ഗൗരവം സംസാരിക്കുന്നത്. നമ്മുടെ കുട്ടി ഇൻസ്റ്റഗ്രാം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഒന്നും പറ്റാൻ പോകുന്നില്ല. നമ്മുടെ വളർന്നു വരുന്ന ഇതിൻ്റെ പക്വതയിലെത്താത്ത പ്രായമുള്ള 13, 14, 15, 16, 17, 18 വയസ്സുള്ള പെൺകുട്ടികളുണ്ടല്ലോ, അവരെ കുറിച്ചാണ് ഞാനീ പറയുന്നത്. സ്ത്രീകൾ ഇത് ഉപയോഗിക്കാനേ പാടില്ല എന്നല്ല, പക്വതയില്ലാത്തൊരു പ്രായമുണ്ടല്ലോ നമ്മുടെ കുട്ടികൾക്ക്. അവർക്ക് ഞങ്ങളെല്ലാമായി എന്ന് തോന്നുകയും എന്നാൽ നമുക്ക് അങ്ങനെ തോന്നാതിരിക്കുകയും ചെയ്യുന്നൊരു പ്രായമുണ്ട്. ഈ പ്രായത്തിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റഗ്രാം മാത്രം പറയാൻ എന്താ കാരണം? പുതിയ കാലത്ത് പ്രണയക്കേസുകളുമായിട്ട് വരുന്ന കേസുകളിൽ 90-95% നമ്മുടെ അടുത്തൊക്കെ വരുന്ന കേസുകൾ ഇൻസ്റ്റഗ്രാം പ്രണയങ്ങളാണ്. ഈ പ്രണയം എന്ന് പറഞ്ഞാൽ തന്നെ നേരത്തെ ഉദ്ഘാടനത്തിൽ അദ്ദേഹം സംസാരിച്ചു എന്നാണ് ഞാൻ കേട്ടത്, അല്ലേ? ആ ഭാഗങ്ങൾ സംസാരിച്ചെന്ന് കുറിച്ചല്ലേ. അപ്പോൾ ആ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചങ്ങാതിൻ്റെ കൾച്ചർ എന്താണ്? ഇവൻ കള്ളുകുടിയനാണോ? ഇവൻ പെണ്ണുപിടിയനാണോ? ഇവൻ മയക്കുമരുന്നിന് അഡിക്റ്റ് ആണോ? ഇവൻ്റെ സ്വഭാവം എന്താണ്? പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തിയിട്ട് സ്വർണം കവരുന്നവനാണോ? അല്ലെങ്കിൽ ശരീരം ഉപയോഗിക്കാൻ വേണ്ടി പ്രണയിക്കുന്ന, ഇതൊന്നും അറിയില്ല. ജസ്റ്റ് ഒരു ഹായ് വന്നു, ഒരു ഹായ് അങ്ങോട്ടടിച്ചു, ഒരു ഹായ് ഇങ്ങോട്ടടിച്ചു, 4 ഹായ് ആയി. പിന്നെ ഉമ്മാനെ കാണാതെ ഉമ്മാൻ്റെ ഫോണിൽ ചാറ്റിംഗ് ആയി. അവസാനത്ത് കുടുങ്ങൽ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ കല്യാണത്തിന് 19, 20, 22 വയസ്സായിട്ട് കല്യാണപ്രായമാകുമ്പോൾ കല്യാണം ബാപ്പ നോക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി പഠിച്ചിട്ട് മതി എന്ന് പറയും. ബാപ്പ വിചാരിക്കും പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് എന്നാൽ പഠിച്ചോട്ടെ, അങ്ങനെ PG കഴിയും. 23, 24 വയസ്സ് കഴിഞ്ഞിട്ട് കല്യാണം എനിക്ക് ആയിട്ടില്ല. കാരണം എന്താണെന്നറിയോ? ഇവളുടെ കൂടെ പഠിച്ച പയ്യന് ജോലി ആയിട്ടില്ല, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണത്. അവസാനം ഈ പ്രശ്നം നമ്മുടെ മനസ്സിലാകുന്ന സമയത്ത് പിന്നെ നമ്മൾ എതിർക്കാൻ നോക്കും, നടക്കില്ല. ഒന്നുകിൽ വാശി പിടിച്ച പ്രോബ്ലമാകും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ കഷ്ടപ്പെട്ട് നടത്തി കൊടുക്കേണ്ടി വരും. ഇതാണ് അവസ്ഥ. അപ്പം അതുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ നാളെ മറ്റന്നാൾ നിങ്ങൾക്കും നിങ്ങളുടെ മക്കളിലും ഇത് സംഭവിച്ചേക്കാം. ഈ രീതിയിൽ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഞാൻ ഈ സംസാരിക്കുന്ന ആരോടാണെന്നറിയോ? മക്കൾ വഴി തെറ്റരുത്, എൻ്റെ കുട്ടി ചാടിപ്പോകരുത്, എൻ്റെ കുട്ടി ഒരുത്തനെ പ്രണയമാണ്, എനിക്ക് ഓനെ തന്നെ കെട്ടണം എന്ന് പറയരുത് എന്നാഗ്രഹിക്കുന്ന മാതാപിതാക്കളോട് ഞാനീ പറയുന്നത്. ഇതൊക്കെ പറയുമ്പോഴും നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾ സാറേ അതൊന്നും കുഴപ്പമില്ല സാറേ, ഇന്നത്തെ കാലത്ത് കുറച്ചൊക്കെ പ്രണയമൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് പറയണമെങ്കിൽ അള്ളാഹ് മാഷാ അള്ളാഹ് ഫന്റാസ്റ്റിക്കാണ്, നേരത്തെ പറഞ്ഞില്ലേ. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്താണ്? അവൾ ഇഷ്ടപ്പെടുന്ന ആളുടെ കൂടെ കറങ്ങാൻ പോയാൽ ചീത്ത പറയാൻ പാടില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ബൈക്കോ കാറൊക്കെ വാങ്ങിച്ചു കൊടുക്കണം, കാരണം സൗകര്യം ചെയ്ത് കൊടുക്കണം.
പിന്നെ അവരൊന്നിച്ച് റൂമിലെവിടെയെങ്കിലും കറങ്ങാനൊക്കെ പോയി കഴിഞ്ഞാൽ റൂം എടുത്താലോ അഞ്ഞുവല്ല ട്രോഫി അടിച്ചാൽ പോലും അതിലൊരു വിമർശനം ഉണ്ടാകാൻ പാടില്ല. കാരണം ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് അത്. ഇസ്ലാമിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാം, നമ്മൾക്ക് മുസ്ലിമീങ്ങളാണല്ലോ. ഇസ്ലാമിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇസ്ലാം തെറ്റിനെ അല്ല നിരോധിക്കുക, അതിലേക്കുള്ള വാതിലുകൾ അടക്കുന്ന മതമാണ്. ലാ തഖറബു സിന എന്ന ഖുർആനിൽ പറഞ്ഞത്. നിങ്ങൾ വ്യഭിചാരം ചെയ്യരുത് എന്നല്ല, ഈ ഡോണ്ട് നിയർ ടു പ്രോസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറഞ്ഞത്. ഡോണ്ട് ഡു വ്യഭിചാരം ചെയ്യരുത് എന്നല്ല, നിങ്ങൾ അതുമായിട്ട് അടുക്കരുത്.